ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, ഗോവിന്ദൻ അതിനൊക്കെ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ബാംഗ്ലൂർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ നാട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിലേക്ക് ഇടപെടുന്നത്, എപ്പോൾ വേണം പോകണമെന്നൊക്കെ എനിക്കതറിയാം, നീ കാണണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ, ഞാൻ കാണണം എന്ത് സംഭവിച്ചു എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, നീ എന്തിനാ ഞാൻ പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കിഷോറിൻ്റെ കയ്യിൽ പണം കൊടുക്കാൻ പോയത്, അതുകൊണ്ട് അവൾ തെറ്റിദ്ധരിച്ചത്, ഇപ്പോൾ അവൾക്ക് ഒരു ആണുങ്ങളും വിശ്വാസം ഇല്ലെന്നാണ് പറയണത്, അതെല്ലാം കാരണം നീയാണെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, പിന്നെ ഞാനില്ലായിരുന്നെങ്കിലേ ഗീതു ഇപ്പോൾ കിഷോറിനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ഗോവക്ക് പോയാൽ നിനക്കറിയാവോ, അവൻ അവളെയും കൂട്ടിക്കൊണ്ട് ഗോവക്ക് പോകാൻ നിൽക്കുമായിരുന്നു, ഞാൻ ആ വീഡിയോ കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഗീതുവിൻ്റെ വിശ്വാസമായത് കിഷോറിൻ്റെ ചതി, അതുമാത്രമല്ല അവൾ ആ വിവാഹ ഫോട്ടോ കണ്ടതും അതിന് ശേഷം തന്നെയാണ് എന്നൊക്കെ പറയാം കേട്ടോ. ആ സമയത്ത് ഗോവിന്ദ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് പറഞ്ഞിട്ട്, എന്തായാലും ഇപ്പം അവൾക്ക് ഒരു ആണുങ്ങളെ വിശ്വാസമില്ല, ഒരാളെ വിശ്വാസമില്ലെന്നൊക്കെയാണ് പറയണത്, എൻ്റെ കൂടെ ഇനി നാട്ടിലേക്കും വരില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ് എന്തായാലും അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ അവൾ അങ്ങനെ പറയുമ്പോൾ ഇത്ര പൊള്ളുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല. അതിനുശേഷം രാധികാമ്മ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു, നിന്നെ വിളിച്ച് കിട്ടാണ്ടായപ്പോൾ രാധികാൻ്റെ എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് നീ എന്തു പറഞ്ഞു എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ആൻറ്റി ഫോൺ കട്ട് ചെയ്തു. ആൻറ്റി എന്ത് പറഞ്ഞപ്പോഴാണ് ഫോൺ കട്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, അത് വിജയലക്ഷ്മി മാമാണ് ഗീതുവിനെ രക്ഷിച്ചതെന്നും ICUയിൽ വെച്ചിട്ട് ഗീതുവിന് അപകടം ഉണ്ടായപ്പോൾ വിജയലക്ഷ്മി തന്നെയാണ് രക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മയെടുത്ത് പറയാൻ പോയത്, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു, നീ എന്തിനാ ഇതൊക്കെ അമ്മയെടുത്ത് പറഞ്ഞതെന്ന് പറയുമ്പോൾ, അതിനെന്തെത്ര തെറ്റ്, വിജയലക്ഷ്മി മേഡം അല്ലേ രക്ഷിച്ചത്, അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അതിനെന്തെത്ര തെറ്റെന്ന് ചോദിക്കുകയാണ്. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു, പോടാ ഇവിടെ നിറങ്ങി പോടാ എന്ന് മഹേഷിനോട് പറയണം. അത് കേൾക്കണം മഹേഷ് അവിടെ നിന്ന് പോവുക കേട്ടോ. ശേഷം നമ്മുടെ ഗോവിന്ദ് രാധികാമ്മനെ വിളിക്കുകയാണ്, ഹലോ അമ്മ 2 പ്രാവശ്യം വിളിച്ചിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ വിളിച്ചിരുന്നു, നിനക്കിപ്പോൾ അവിടെ തിരക്കാണല്ലോ, പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കണ തിരക്കിലാണല്ലോ അല്ലേ കണ്ണ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്, അങ്ങനെയൊന്നും ഇല്ല അമ്മേ, അത് ഗീതുവിനെ രക്ഷിച്ചത് വിജയലക്ഷ്മിയാണ്, അവർ രക്ഷിച്ചപ്പോൾ അവരോട് താങ്ക്സ് പറഞ്ഞു, അവരിവിടെ നിന്ന് പോയി, അത്രയേ ഉള്ളൂ. നീ അവരോട് താങ്ക്സ് പറഞ്ഞു, നീ എന്തിനാണ് അവരോട് താങ്ക്സ് പറഞ്ഞത്, ഇതൊക്കെ ഗീതുവിൻ്റെയും അവരുടെയും ഒരു പ്ലാനാണ്. ആണോ അമ്മേ, അമ്മക്കതെങ്ങനെ അറിയാം എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ, എടാ നിനക്ക് ഇത്ര ബുദ്ധിയില്ലാണ്ടായി പോയോ, ഗീതുവിനെ വെച്ച് അവിടെ വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയതും അവളെ രക്ഷിച്ചതും ഒക്കെ അവർ തന്നെയായിരിക്കാം, പക്ഷേ ഇതൊക്കെ ഒരു പ്ലാൻ തന്നെയാണ്, ഗീതുവും അവരും തമ്മിൽ കൂടുതൽ അടുക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്, പിന്നെ അതുവഴി നിൻ്റെ ലൈഫിലേക്ക് അവർക്ക് വീണ്ടും എറിഞ്ഞു കയറണം, അതിനു വേണ്ടി ചെയ്യണതാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുകയാണ്. നിനക്കിതൊന്ന് ആലോചിച്ച് നോക്കുക കണ്ട, ഇതൊക്കെ സത്യം തന്നെയാണ്, നിനക്കും മനസ്സിലാവുമെന്ന് പറയുമ്പോൾ ഗോവിന്ദും അത് സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അത് അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഗോവിന്ദും വിചാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രാധിക പറയേണ്ടത്, നീ എന്തായാലും അവൾ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കുമെന്ന് പറയുമ്പോൾ, അമ്മേ അവളിവിടെ ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അവളിവിടെ IAS ആയിട്ടുള്ള ഏതെങ്കിലും കോച്ചിങ്ങിൽ ചേർത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം, എന്തിനാണ് അവിടുത്തെ കോച്ചിങ്ങിൽ ചേർക്കുന്നത്, അവിടെ ചേർത്ത് കഴിഞ്ഞാൽ അവളും വിജയലക്ഷ്മിയും കൂടി ഒന്നിക്കും, നിനക്കറിയാലോ, അവളെയും കൊണ്ടിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് ഇവിടെ വല്ല IAS കോച്ചിങ്ങിന് ചേർക്ക്, എന്തായാലും നിൻ്റെ ഭാര്യയായിട്ട് അവളെ ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ കേട്ടില്ല, ഇവിടെ വേറെ ഏതെങ്കിലും IAS കോച്ച് ഉണ്ടല്ലോ അവിടെ എങ്ങാനും ചേർക്ക് എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം ശരിയമ്മേ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് നമ്മുടെ ഗോവിന്ദ് രാധികാമ്മടുത്ത് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ്. അതിനുശേഷം ഗീതുവിനെയാണ് കേട്ടോ കാണിക്കണത്. ഗീതു സിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ സിസ്റ്റർ വരുന്നുണ്ട്. ഗീതു എഴുന്നേറ്റോ, ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചായ ഗീതുവിനെ കൊടുക്കുവാണ്. ഗീതു അത് കുടിച്ചുകൊണ്ടിരിക്കുക തന്നെ ഡോക്ടർ വരുന്നുണ്ട്. ഗീതു ഉഷാറായല്ലോ എന്ന് പറയുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എപ്പോഴാണ് എന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ ചോദിക്കുമ്പോൾ, അതിനെന്താ നാളെ തന്നെ ഇറക്കാമല്ലോ, ഇപ്പോൾ ഗീതു ഓക്കെ ആണല്ലോ, പിന്നെ ഗീതുവിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വാർഡിലേക്ക് മാറ്റാണ്ട് ICU തന്നെ കിടത്തിയതിനെ കാരണം, നാളെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പോവുകയാണ്. ശേഷം ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗീതുയുടെ ആത്മഹത്യയാണോ അതോ വെറും ഒരു കാർ അപകടമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം ആ കുട്ടിയിലെ ആത്മഹത്യാ പ്രവണത ഇപ്പോഴും ഉണ്ട്, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്, അതിനിപ്പോൾ എന്തു ചെയ്യും ഡോക്ടർ എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ, നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, അത് മാത്രമല്ല ആ കുട്ടി എല്ലാവരും ഒഴിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്, ഗോവിന്ദനെ പോലും അല്ലേ, എന്തൊക്കെയോ പല പ്രശ്നങ്ങൾ അയാളുടെ ഉള്ളിലുണ്ട്, പക്ഷെ ഒന്നും തുറന്നു പറയണില്ല, എന്തായാലും ഗീതുവിനെ ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഗോവിന്ദ്, അയാൾ അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും, എനിക്ക് ഉറപ്പാണ്. ഗോവിന്ദ് ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് വേണം നാട്ടിലേക്ക് പോകാൻ, അവിടെ പോയിട്ട് ഗീതുവിന് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിർത്തിയാലും മതി, അവിടെ ഒരുപാട് പേരുണ്ടല്ലോ, അവരോടൊക്കെ സംസാരിച്ച് അയാൾ ആ മൈൻഡ് മാറിക്കോളും, എന്തായാലും ഗീതുവിനെ ഒറ്റയ്ക്ക് ഒരിക്കലും നിർത്തരുത്, അത് എത്ര തന്നെ ഞാൻ പറയുള്ളൂ, കാരണം ആ കുട്ടിയിൽ ഭയങ്കരമായിട്ട് ആ പ്രവണത ഞാൻ കാണുന്നുണ്ട്, സംസാരത്തിലും നോട്ടത്തിലും ചലനത്തിലും എല്ലാത്തിലും, അതുകൊണ്ട് ഞാൻ പറയണത് ഗോവിന്ദിൻ്റെ അടുത്ത്, കേരളത്തിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ഞാൻ ബാക്കിയുള്ള ഡിസ്ചാർജും കാര്യങ്ങളും അതുപോലെ തന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ കണ്ടാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ശേഷം ഗോവിന്ദ് ഗീതുവിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുമ്പോൾ ഗീതു മുഖം തിരിച്ച് കളയാട്ടോ.
ഗോവിന്ദ് പറയണ്ട് ഗീതു നാളെ ഡിസ്ചാർജാണ്, ഞാൻ നിന്നെ ഇവിടെ എവിടെയെങ്കിലും IAS കോച്ചിന് ചേർക്കാമെന്ന് പറയുമ്പോൾ നിൻ്റെ സ്വപ്നം സഫലമാകുമല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങളാരാ? നിങ്ങളെന്നല്ല ഒരാളെ ഞാനിനി വിശ്വസിക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയണോ? ഒരാണുങ്ങളും ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാവത്തില്ല, ആരെയും വിശ്വസിക്കില്ല, ആരെയും കാണുകയും വേണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ നീ നിൻ്റെ വീട്ടിലൊന്നും പോകുന്നില്ലേ? വേണ്ട, എനിക്ക് എന്ത് വീട് എന്ത് വീട്ടുകാർ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് ഗീതു ഉറപ്പിച്ച് പറയുക കേട്ടോ. ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു നോക്ക്, ഞാൻ പറയണത് നീ ഒന്ന് കേൾക്കൂ. ഒരു ആണിൻ്റെ തുണയില്ലാതെ അതിനൊക്കെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്ന് ആരാ പറഞ്ഞത്? ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. ഞാൻ ജീവിച്ച് കാണിക്കാം, ഒരു പെണ്ണിനെ എവിടെയും വരെ എത്താൻ പറ്റുമെന്ന് ഞാൻ ജീവിച്ച് കാണിക്കാം. ഞാൻ പഠിച്ച് ജയിക്കും, ഒരു കാലിൽ നിൽക്കും, അതൊക്കെ എല്ലാവരും കാണും എന്നൊക്കെ ഗീതു പറയുകയാണ്. പക്ഷെ ഗോവിന്ദ് സമ്മതിക്കുന്നില്ല. നീ ഇപ്പോൾ നിയമപരമായി എൻ്റെ ഭാര്യ തന്നെയാണ്, നിനക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി ഞാനാണ്, അതുകൊണ്ട് നിയമപരമായിട്ട് നമ്മൾ വേർപിരിയണ വരെ നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുമെന്ന് പറയുമ്പോൾ വേണ്ട, ഒരാളും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, നിങ്ങളടുത്ത് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ, നിങ്ങളൊന്ന് പോകണം എന്നൊക്കെ ഗോവിന്ദനോട് ഗീതു പറയുക കേട്ടോ. ആ സമയത്ത് ഗോവിന്ദന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ കാണിക്കണത് നമ്മുടെ ജിജിയുടെ ആ ഒരു BGM-ആണ്. ഗോവിന്ദ് മനസ്സോടു കൂടി ICU നിന്നിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കണം. എന്തൊക്കെ പറഞ്ഞിട്ടും ഗീതു കേൾക്കുന്നേ ഇല്ല. അവിടെ നിൽക്കും, ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുമെന്ന് തന്നെയാണ് പറയണത്. ഗോവിന്ദനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും നാളെ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടുമായിരിക്കും കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ ബൈ.